السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. نحمده ونصلي ونسلم على رسوله الكريم وعلى آله وصحبه والإمام أحمد رضا والإمام الشاريات وجميع المؤمنين والمؤمنات. ബഹുമാനമുള്ളവരെ, പരിശുദ്ധ സഫറുൽ ഖൈർ 25 ഉറൂസുർ റളവി യൗമുൽ മുജദ്ദിദീൻ, അതാത് ഇമാം അഹ്മദ് റളിയല്ലാഹു റളിയല്ലാഹു തആല അൻഹു നഫഅനാ ബിഹി മഹാനവരുകളുടെ ഉറൂസ് മുബാറക്കിൻ്റെ തഖ്രീബാത്തിൽ മർക്കസു അഹ്ലി സുന്ന ബറേലി ഷരീഫയിൽ വന്നപ്പോൾ അതിൻ്റെ മുമ്പ് ഈ ദിവസത്തെ ഈ ഉറൂസിനെ തവസ്സുലാക്കിക്കൊണ്ട് മർക്കസു അക്കാബിരി അഹ്ലി സുന്ന ദാറുൽ ഇഫ്താൽ അസ്ഹരിയ ഷാരിയാത്തു ഷരീഫയിൽ നടന്ന ആലാ ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരുകളുടെ അനുസ്മരണം ഇതിൻ്റെ ഇടയിൽ കേൾക്കാൻ സാധിച്ചു. ചില ആളുകൾ ഇമാം ഷാലിയാത്തി റഹിമഹുല്ലാനെ സംബന്ധിച്ചും ആലാ ഹസ്രത്ത് റഹിമഹുല്ലാനെ സംബന്ധിച്ചും ഉറൂസ് ആലാ ഹസ്രത്തിൻ്റെ പേരിൽ അനുസ്മരിക്കുമ്പോൾ ചില വാക്കുകൾ പലപ്പോഴും പറയുന്നത് പോലെ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആലാ ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരുകളുടെ ശിഷ്യന് ഖലീഫ ആകുന്നു ഇമാം ഷാലിയാത്തി എന്നതിന് ഒരു തെളിവും ഇല്ല എന്ന വിഷയം നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, തെളിവ് പല വിധത്തിലുണ്ട്. ഖത്ഇയായ ദലീല്, ലന്നിയായ ദലീല്. ഖത്ഇയായ ദലീല് തന്നെ ഇൽമുൽ യഖീൻ, ഇൽമുൽ തുമഇനീനത്ത്. ലന്നിയായ ദലീല് ബിൽ മഅനൽ ആം അല്ലെങ്കിൽ ബിൽ മഅനൽ അഖസ്, അങ്ങനെ പല വിധത്തിലുള്ള ദലീലുകൾ. ദലീലില്ല എന്ന് പറയുന്നവർ ഏത് ദലീലാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പല പണ്ഡിതന്മാരും പ്രത്യേകിച്ചും ഇമാം ഷാലിയാത്തി റഹിമഹുള്ളയുടെ ഹദ്റത്തിൽ നമ്മൾ തന്നെ എത്തുന്നത് ആലാ ഹസ്രത്ത് ഇമാം അഹമ്മദ് റസാ ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹിയുടെ ശിഷ്യൻ എന്ന നിലക്കാണ്. ഷാഫി അക്കാബിരിങ്ങളായ പണ്ഡിതന്മാരും ഹനഫി അക്കാബിരിങ്ങളായ പണ്ഡിതന്മാരും പലപ്പോഴും പറയുകയും എഴുതുകയും ചെയ്ത വിഷയമാണ് ഇമാം ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി ആലാ ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തിൽമീദും ഖലീഫയാണെന്ന്. എന്നിരിക്കെ ഒരു തെളിവുമില്ല എന്ന് പറയുന്നത് ഏതടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നില്ല. എന്താണ് ഉദ്ദേശം എന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ആലാ ഹസ്രത്തിൽ നിന്ന് ഹനഫി ഫിഖ്ഹിൽ സനദ് മാത്രമുള്ളോ, ഇജാസത്ത് മാത്രമുള്ളോ, അതല്ലാത്തതിന് ഒരു തെളിവുമില്ല എന്ന് പലപ്പോഴും പറയാറുണ്ട്. അൽ ഫതാവൽ അസ്ഹരിയ ഫിൽ അഹ്കാമി ശർഇയ്യയുടെ മുഖദ്ദിമയിൽ ഹനഫി സനദ് ആലാ ഹസ്രത്ത് റഹിമഹുല്ലയിൽ നിന്ന് ലഭിച്ചത് ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്ത് റഹിമഹുല്ല തന്നെ എഴുതിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇനി അത് മാത്രമാണെങ്കിൽ തന്നെ തൂബാലിമൻ റആനി, ജലാലുദ്ദീൻ റൂമി റഹ്മത്തുള്ളാഹി അലൈഹി മസ്നബി ഷരീഫിൽ പറഞ്ഞതുപോലെ സുഹബത്തെ സ്വാലിഹി കുനദ്, സ്വാലിഹിങ്ങളുടെ സഹവാസം അസ്സുഹബത്തു തുഅ്സർ, നല്ല ഫലം ചെയ്യിപ്പിക്കും. കുറഞ്ഞ സമയമാണെങ്കിലും അത് വലിയ ഒരു ഷറാഫത്തും കറാമത്തും ഫളീലത്തും ആണ്, വണ്ണമായ പോരിശ തന്നെയാണ്. അത് മാത്രമല്ല, അതോടുകൂടെ ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഷെയ്ഖ്, അവിടുത്തെ ഉസ്താദിൽ നിന്ന് ഒരുപാട് വിഷയങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. മഹാനവറുകൾ ശിഷ്യനുമാണ്, ഖലീഫയുമാണ്. മാത്രമല്ല ദിയാറുൽ മലൈബാരിയക്ക് മഹാനവറുകൾ ആലാ ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ നായിബും കൂടിയാണ്. ഉത്തർപ്രദേശ് ബറേലി ഷരീഫയിൽ നിന്ന്, മർക്കസു അഹ്ലി സുന്ന ബറേലി ഷരീഫയിൽ നിന്ന് പല ഗ്രന്ഥങ്ങളും ഇറക്കിയത് കാണാം. ജഹാനെ ഇമാം അഹമ്മദ് റള, ഏകദേശം 220 വാല്യങ്ങളുള്ള ഒരു വലിയ ഗ്രന്ഥമാണ് ജഹാനെ ഇമാം അഹമ്മദ് റള. ആ ജഹാനെ ഇമാം അഹമ്മദ് റള ബറേലി ഷരീഫിൽ ഇമാം അഹമ്മദ് റസ അക്കാഡമി ഇറക്കിയ ആ മഹത്തായ കിതാബിൽ
20 വാല്യത്തിലുള്ള പല വാല്യങ്ങളിലും ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്തി റഹിമഹുല്ലാനെ അനുസ്മരണം നമുക്ക് കാണാൻ കഴിയും. പലരും ആലാ ഹസ്രത്ത് റഹിമഹുല്ലാൻ്റെ ആദ്യം പറഞ്ഞ 12 ഖലീഫമാർ, പിന്നെ പറഞ്ഞ 50 ഖലീഫമാർ, അതിൽ ഇമാം ഷാലിയാത്തി റഹിമഹുല്ലാൻ്റെ പേര് കാണാത്തത് കൊണ്ട് ഇമാം ഷാലിയാത്തി റഹിമഹുല്ല ആലാ ഹസ്രത്തിൻ്റെ ഖലീഫയല്ല, ശിഷ്യനല്ല എന്ന് ഉറപ്പിച്ച് പറയുന്ന പലരുമുണ്ട്. ഖലീഫയാണ്, ശിഷ്യനാണെന്നൊക്കെ തെളിവില്ല എന്നും പറയുന്നവർ. നാം പ്രത്യേകിച്ചും ചിന്തിക്കേണ്ടത് ഇമാം അഹ്മദ് റളാ ഖാൻ റഹിമഹുല്ലാൻ്റെ 92 ഖലീഫമാരുടെ ലിസ്റ്റിൽ 81ാമത്തെ പേര് ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി. ആലാ ഹസ്രത്ത് ഇമാമു അഹ്ലി സുന്ന അഹ്മദ് റളാ ഖാൻ റഹിമഹുല്ലാക്ക് അറബിലും അജമിലും ഒരുപാട് ഖുലഫ ഉണ്ട്. ആ ഖുലഫാക്കളെ കൂട്ടത്തിൽ 81ാമത്തെ പേര് കാണുന്നത് മുഅയ്യിദുൽ മില്ലത്തി വദ്ദീൻ അല്ലാമ അബു സആദാത്ത് ശിഹാബുദ്ദീൻ അഹ്മദ് കോയ ഷാലിയാത്തി റളിയല്ലാഹു അൻഹു നഫഅനാ ബിഹി മഹാനവറുകളുടെ ആണ്. മാത്രമല്ല ആലാ ഹസ്രത്ത് റഹിമഹുല്ലാന്റെ തലാമീദിനെ സംബന്ധിച്ച് പറയുമ്പോൾ 10ാമത്തെ തിൽമീദും ഖലീഫയും ആയ 10 എണ്ണങ്ങൾ പറഞ്ഞ സ്ഥലത്ത് 10ാമത്തെ പേര് പറയുന്നത് ഇമാം ഷാലിയാത്ത് റഹിമഹുല്ലാനെ സംബന്ധിച്ചാണ്. ഏതായാലും ഇമാം അഹ്മദ് റളാ, ഇമാം ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹിമ ഈ 2 മഹത്തുക്കളെ കുറിച്ച് പറയുമ്പോൾ ബഹറുൻ ലാ യുദ്റകു ഖഅറുഹു എന്ന് അകാബിരിങ്ങളായ പണ്ഡിതന്മാർ പറയാറുണ്ട്. അത് വലിയ ഒരു സമുദ്രമാണ്. മാത്രമല്ല ലാ യഅരിഫുൽ വലിയ ഇല്ലൽ വലിയു, ഔലിയാക്കൾക്ക് ഔലിയാക്കളെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഔലിയാ ഉല്ലാഹി ലാ യറാഹും ഔലിയാ ഉല്ലാഹി അറൂസുൻ ലാ യറാഹുമുൽ മുജ്രിമൂന നുഹൂസ്. ഏതായാലും അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ പുതിയാപ്ലന്മാരാണ്. തെറ്റ് ചെയ്യുന്ന നമ്മളെപ്പോലത്തെ ആളുകൾക്ക് അവരെ കാണാൻ കഴിയില്ല, മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് അബൂ യസീദ് അൽ ബിസ്താമി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി പറഞ്ഞത് ഉസ്താദുൽ അസാത്തീദ് അല്ലാമ സൈനുദ്ദീൻ അലി ഹസൻ ഓക്കെ ഉസ്താദ് റഹിമഹുല്ലയുടെ ഷെയ്ഖ് അഷെയ്ഖ് അബൂബക്കർ ബഅലവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഹിദായത്തുൽ മുത്തലത്തിഖ് ബി ഖവായത്തിൽ മുത്തശയ്യിഖിൽ രേഖപ്പെടുത്തിയതായി കാണാം. ഏതായാലും ആ മഹാന്മാരെക്കുറിച്ച് നമ്മൾ പഠനം നടത്തുമ്പോൾ പലരും പഠനം നടത്തിയവരുണ്ട്. ഡോക്ടറേറ്റ് എടുത്ത ആൾക്കാരും PhD എടുത്ത ആളുകളുമുണ്ട്. പക്ഷേ അതിൻ്റെ ശേഷം അവർക്ക് ആലാ ഹസ്രത്ത് റഹിമഹുല്ലയോട് ബന്ധപ്പെട്ട പല തെറ്റിദ്ധാരണകളും അത് മുഖേന നീക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി PhD ഡോക്ടറേറ്റ് എടുത്ത ആളുകൾ പോലും ഇനിയും അവരെക്കുറിച്ച് പഠിക്കുമ്പോൾ, പഠനം നടത്തുമ്പോൾ പഠിച്ചത് കുറവാണ്, ഇനിയും പഠിക്കാൻ ധാരാളമുണ്ട് എന്ന് ചിന്തിച്ചവരാണ് യഥാർത്ഥ ഉലമാ, അതുപോലെ യഥാർത്ഥ ഡോക്ടറേറ്റ് എടുത്ത ആളുകൾ മുഴുവനും. കാരണം വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. അപ്പം ആ നിലക്ക് ആലാ ഹസ്രത്ത് റഹിമഹുല്ലാനെ കുറിച്ച് പഠനം നടത്തുമ്പോൾ 50 ചില്ലാനം ഫന്നുകളിൽ കഴിവുള്ള മഹാനായ ഇമാം അഹ്മദ് റളാ ഖാൻ റഹിമഹുല്ല അതിൻ്റെ ഓരോ ജുസ്ഉകളും വിശദീകരിച്ച് പറഞ്ഞാൽ 562 സബ്ജക്റ്റുകളിൽ വലിയ കഴിവ് നേടിയ ഗ്രന്ഥരചനകൾ നടത്തിയ ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളാ ഖാൻ റഹിമഹുല്ല. അതുപോലെ മഹാനവറുകളുടെ ഖലീഫമാരും തിൽമീദുമാരും എത്രയാണെന്ന് എണ്ണിത്തിരിക്കാൻ പോലും കഴിയാത്ത വിധത്തിലാണുള്ളത്. അംബിയാക്കൾ അലൈഹിമുസ്സലാമിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വമിൻഹും മൻ ഖസസുനാ വമിൻഹും മൻ ലം നഖ്സുസ്. ചില അംബിയാക്കളെ പേര് ചരിത്രങ്ങളൊക്കെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ചിലത് വ്യക്തമായി പറഞ്ഞിട്ടില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ അംബിയാക്കളെ കൊണ്ട് വിശ്വസിക്കൽ നിർബന്ധമാണ്. അംബിയാക്കളെ ചരിത്രം തന്നെ പരിപൂർണമായി ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഉലമാ ഉമ്മത്തി കഅംബിയാ ഇബ്നി ഇസ്രായീൽ, പണ്ഡിതന്മാരുടെയും ഔലിയാക്കളുടെയും എല്ലാ ചരിത്രം ലഭിച്ചുകൊള്ളണം എന്നില്ല. എന്നാൽ ചരിത്രം ലഭിക്കാത്തവരെ അത് അംഗീകരിക്കൂല എന്നോ അല്ലെങ്കിൽ നമുക്ക് പരിപൂർണമായി മനസ്സിലാകാത്തതിൻ്റെ പേരിൽ തെളിവില്ല എന്നോ പറയുന്നതിന് ഒരു യഥാർത്ഥവുമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റസാ ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾക്ക് ഒരുപാട് ഖലീഫമാരും തിൽമീദുമാരുമുണ്ട്. ആ ഖുലഫാ തലാമീദിനെ എണ്ണിപ്പറഞ്ഞ് ദിവസം തോറും പഠനം നടത്തുമ്പോൾ ഇന്നത്തെ പഠനമനുസരിച്ച് 500 ശിഷ്യന്മാരെ പേരും അതുപോലെ 123 ഖലീഫമാരെ പേരുമാണ് നമുക്ക് ഇന്ന് ലഭിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളാ ഖാൻ റഹിമഹുല്ലാ വനഫഅനാ ബിഹി മഹാനവറുകളുടെ ഖലീഫമാരെ കുറിച്ച് പറയുമ്പോൾ ഇമാം ഷാലിയാത്ത് റഹിമഹുല്ലാനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും എടുത്തു പറഞ്ഞ, അതുപോലെ ആലാ ഹസ്രത്ത് റഹിമഹുല്ലാന്റെ ശിഷ്യന്മാരെ കുറിച്ച് പറയുമ്പോൾ ഇമാം ഷാലിയാത്ത് റഹിമഹുല്ലാനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും എടുത്തു പറഞ്ഞ ഗ്രന്ഥങ്ങളാണ്. ആദ്യമായി പറയാനുള്ളത് തജല്ലിയാത്തെ ഖുലഫായ ആലാ ഹസ്രത്ത് എന്ന് പറയുന്ന കൊൽക്കത്തയിൽ നിന്നിറങ്ങിയ ഗ്രന്ഥം.
അതുപോലെ ബറേലി ഷെരീഫിൽ നിന്ന് മാനമ ആല ഹസ്രത്ത് ബഹുമാനപ്പെട്ട മുഫസ്സിർ ഇബ്രാഹിം റള റഹിമഹുല്ലാന്റെ നേതൃത്വത്തിൽ ആല ഹസ്രത്ത് റഹിമഹുല്ല ഉണ്ടാക്കിയ മന്ദരെ ഇസ്ലാം മർക്കസ് അഹ്ലി സുന്ന, ആ സ്ഥാപനത്തിൽ നിന്നിറങ്ങിയ മന്ത്ലിയാണ് മാനമ ആല ഹസ്രത്ത്. ആ മന്ത്ലിയിൽ ബഹുമാനപ്പെട്ട ഇമാം ശാരിയാത്ത് റഹിമഹുല്ല ആല ഹസ്രത്തിന്റെ ശിഷ്യനാണ്, ഖലീഫയാണെന്ന് പലപ്പോഴും പറഞ്ഞതായി കാണാം. അതുപോലെ ബഹുമാനപ്പെട്ട അതിന്റെ നേതൃത്വത്തിൽ തന്നെ ഇമാം അഹമ്മദ് റസ ഖുലഫാഉ തലാമീദ് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിലും ഇമാം ശാരിയാത്ത് റഹിമഹുല്ലാനെ സംബന്ധിച്ച് ആല ഹസ്രത്ത് റഹിമഹുല്ലാന്റെ ശിഷ്യനും ഖലീഫയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ജഹാനെ ഇമാം അഹമ്മദ് റള 20 വാല്യങ്ങളുള്ള അതിലും ബഹുമാനപ്പെട്ട ഇമാം ശാരിയാത്ത് റഹിമഹുല്ല ആല ഹസ്രത്തിന്റെ ശിഷ്യനും ഖലീഫയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതോടുകൂടെ ബഹുമാനപ്പെട്ട ബറേലി ഷെരീഫിലെ പല ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ശാലിയാത്തു ഷെരീഫ ദാറുൽ ഇഫ്തായിൽ അസ്ഹരിയിലുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളിൽ നിന്ന് പ്രത്യേകിച്ചും ഇമാം ശാലിയാത്ത് റഹിമഹുല്ലയുടെ സബത്തുൽ അസ്ഹർ എന്ന് പറയുന്ന മഹത്തായ സബത്തിൽ സനദിൽ ബഹുമാനപ്പെട്ട ഇമാം ശാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി ആല ഹസ്രത്ത് റഹിമഹുല്ലാന്റെ സനദുകൾ പറഞ്ഞ സ്ഥലത്ത് പറയുന്നു, സാധാരണ ആല ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഖുലഫാഇന് കൊടുക്കാറുള്ള 4 സിൽസിലകൾ, ത്വരീഖത്തിന്റെ 4 സിൽസിലകളിൽ ഒരുപാട് ത്വരീഖുകൾ അവിടുത്തെ ഖലീഫമാർക്ക് പ്രത്യേകിച്ചും കൊടുക്കാറുണ്ട്. അത് ബഹുമാനപ്പെട്ട ഇമാം ശാലിയാത്ത് റഹിമഹുല്ലാഹ് കൊടുത്തതും സബത്തുൽ അസ്ഹറിൽ നമുക്ക് കാണാൻ കഴിയും. അതോടുകൂടെ ബഹുമാനപ്പെട്ട ആല ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഖലീഫമാർക്ക് മുസാഫഹത്തുൽ അറബ് എന്ന് പറയുന്ന മുസാഫഹത്തുൽ അറബയിലെ 4 മുസാഫഹകൾ, മുസാഫഹത്തുൽ ജിന്നിയ, മുസാഫഹത്തുൽ ഖിദ്രിയ, മുസാഫഹത്തുൽ മഅമരിയ, മുസാഫഹത്തുൽ മനാമിയ, ഈ മുസാഫഹകൾ ആല ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം ശാലിയാത്ത് റഹിമഹുല്ലാഹ്ക്ക് ഇജാസത്ത് കൊടുത്തതും സബത്തുൽ അസ്ഹറിൽ ഇമാം ശാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി എഴുതി വെച്ചിട്ടുണ്ട്. അതോടുകൂടെ നമ്മുടെ ഷാഫി പണ്ഡിതന്മാരും ഹനഫി പണ്ഡിതന്മാരും പലപ്പോഴും പറയുന്നത് ആല ഹസ്രത്ത് റഹിമഹുല്ലാഹിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇമാം ശാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഉസ്താദിന്റെ ത്വരീഖ് ഇമാം ശാലിയാത്ത് റഹിമഹുല്ലാഹ് ഉണ്ട് എന്ന് പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട നമ്മുടെ അക്കാബിരിങ്ങളായ പണ്ഡിതന്മാർ പലപ്പോഴും പറയുകയും എഴുതുകയും ചെയ്ത വിഷയമാണ്. അതോടുകൂടെ ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റസാ ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി മഹാനവറുകളുടെ ത്വരീഖ് നമ്മൾ ധാരാളം പഠിക്കുമ്പോൾ, അതിൻ്റെ യഥാർത്ഥത്തിലേക്ക് നമ്മൾ എത്താൻ നോക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ പഠിപ്പിച്ച സന്ദേശം, അതുപോലെ മഹാനവറുകളും ഉലമാഉൽ ഹറമൈനും ഏകോപിച്ച് പറഞ്ഞ ഹുസാമുൽ ഹറമൈൻ അല മൻഹരിൽ കുഫ്രി വൽമൈൻ, അതുപോലെ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശിലെ പണ്ഡിതന്മാർ മുഴുവനും ഏകോപിച്ച് പറഞ്ഞ അസ്സവാരിമുൽ ഹിന്ദിയ അലാ മക്രി ഷയാത്വിനി ദ്യൗബന്ദിയ, ആ മഹത്തായ ഗ്രന്ഥങ്ങളിൽ തസ്ദീഖ് ചെയ്ത പണ്ഡിതന്മാരെ കൂട്ടത്തിൽ ആല ഹസ്രത്ത് റഹിമഹുല്ലാഹിന്റെ നായിബായ ഇമാം ശാലിയാത്ത് റഹിമഹുല്ലയുടെ ത്വരീഖും, അതോടുകൂടെ ഷാഫി പണ്ഡിതന്മാരായ ബഹുമാനപ്പെട്ട അല്ലാമ മുഫ്തി ബുസൈൽ ഷാഫഈ അൽ മക്കി റഹ്മത്തുള്ളാഹി അലൈഹി, മുഫ്തി ബാബുസൈൽ ഷാഫഈ മക്കി റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ ബഹുമാനപ്പെട്ട അഹമ്മദ് ബർസഞ്ചി അൽ മദനി അൽ ഷാഫഈ റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയ പണ്ഡിതന്മാരുടെ ആ ത്വരീഖും നമുക്ക് പഠനം അനുസരിച്ച് നമുക്ക് ധാരാളം വിഷയം ആ മഹാന്മാരുടെ ത്വരീഖ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പഠിക്കുന്നതിനനുസരിച്ച് ആ മഹാന്മാരുടെ ത്വരീഖ് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സുന്നത്ത് ജമാഅത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം, ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ഭാഗം ലറൂറിയാത്തുദ്ദീൻ, അതിനെ നിഷേധിച്ചാൽ ഇസ്ലാമിന് പുറത്തു പോകുമെന്നും, ലറൂറിയാത്തു അഖായിദി അഹ്ലി സുന്ന, അതിനെ നിഷേധിച്ചാൽ യഥാർത്ഥ സുന്നിയായി ജീവിക്കാൻ കഴിയില്ല എന്നും, അതോടുകൂടെ മഅമൂലാത്തു അഹ്ലി സുന്ന, സുന്നത്ത് ജമാഅത്തിന്റെ പുണ്യ ആചാരങ്ങൾ, ആ പുണ്യ ആചാരങ്ങളിൽ പെട്ടതാണല്ലോ മീലാദു ഷരീഫ്, ഉറൂസ് മുബാറക്ക്, മറ്റു അനുസ്മരണങ്ങളും മറ്റു സൽക്കർമ്മങ്ങൾ, പുണ്യ ആചാരങ്ങളെല്ലാം. അപ്പൊ ഏതായാലും അത് തർത്തീബ് അനുസരിച്ച് വിശദമായി പറഞ്ഞ മഹാമനുഷ്യകളാണ് ഇമാം അഹമ്മദ് റളാ ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി. അവിടുത്തെ അസാത്തിദത്ത് അഷിയാഖ്, അവിടുത്തെ ഖുലഫാ തലാമീദ് മുൻഗാമികളെ പിൻപറ്റിക്കൊണ്ട് ഈ വിഷയം ഇവിടെ എടുത്തു പറഞ്ഞവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്മാരുടെ ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. ഇനി പറയാനുള്ളത്, ഇത്രയെല്ലാം പണ്ഡിതന്മാർ പറഞ്ഞിരിക്കെ ആർക്കെങ്കിലും ആ തെളിവൊന്നും മതിയാവില്ലെങ്കിൽ, കാരണം ആഖിർ സമാനാണ്, അശ്ശബാബ് മിനൽ ജുനൂൻ എന്നാണ്, ആ നിലക്ക് ജുനൂന് ഫുനൂൻ എന്ന നിലക്ക് ആർക്കെങ്കിലും അത് തെളിവ് മതിയാകുന്നില്ലെങ്കിൽ അവിടെ ഫലിയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്ത് നിലക്ക് മൗനം പാലിക്കലായിരിക്കും
ഒരു നന്മ ഉണ്ടാകുക. എന്നാൽ പല മഹാന്മാരോടും തെറ്റിദ്ധാരണ ഇവിടെ ഉണ്ടാവുകയില്ല. കാരണം മഹാന്മാരൊക്കെ പഠിപ്പിച്ചത്, പറഞ്ഞതും എഴുതിയതും അൽ ബറക്കത്തു മാ അകാബിരിക്കും അൽ ബറക്കത്തു ഫി അകാബിരിക്കും എന്ന നിലക്ക് ആ പണ്ഡിത മഹത്തുക്കൾ പറഞ്ഞത് തന്നെ നമ്മൾ പറയുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ മൗനം പാലിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്മാരുടെയൊക്കെ ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. ഷാഫി അകാബിരിങ്ങളായ പണ്ഡിതന്മാർ, ഹനഫി അകാബിരിങ്ങളായ പണ്ഡിതന്മാർ പലരും ലോകത്തോട് വിട പറഞ്ഞു. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും റഫ്ഉ ദറജാത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഇന്ന് ഹനഫി ഷാഫി അകാബിരിങ്ങൾ പലരും രോഗത്തിലാണ്. മർളുൽ ആലിമി മർളുൽ ആലം എന്ന നിലക്ക് പലരും ആഫിയത്ത് കുറഞ്ഞ ശൈലിയിലാണ് ജീവിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ സുന്നത്ത് ജമാഅത്തിൽ ഇസ്തിഖാമത്തിലായി ദീർഘായുസ്സും ആഫിയത്തും കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരൊക്കെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്കും സുന്നത്ത് ജമാഅത്തിൽ ഇസ്തിഖാമത്ത് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.